എൻ്റെ പേര് ജിജീഷ്. നമ്മളിവിടെ പയ്യന്നൂരിനടുത്ത്, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് അരിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ കരയിലാണ് ഈ ഫാം ചെയ്യുന്നത്. JDM ഹരിതീർത്ഥക്കര എന്ന പേരിലുള്ള ഒരു ഫാമാണ്. ഫാമിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചോളപ്പുല്ല് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ പുല്ലിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ നമ്മൾ 1200 കിലോ ചോളപ്പുല്ല് ഈ ഫാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. 1200 മുതൽ 1300 കിലോ വരെ ചോളപ്പുല്ല് ഒറ്റ ദിവസം ഈ പശുക്കൾക്ക് കൊടുക്കും. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതേ ചോളപ്പുല്ലിൻ്റെ ഒരു 20 to 30% ഓളം, അല്ലെങ്കിൽ ഒരു 30-40% ചോളപ്പുല്ലിനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് തീറ്റ മിക്സ് ചെയ്തിട്ടുള്ള 2 നേരവും ആ തീറ്റ മിക്സാണ് നമ്മൾ പശുക്കൾക്ക് സ്ഥിരമായി കൊടുക്കുന്നത്. ഇത് ഈ കണ്ടൻ്റൊക്കെ എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഒന്ന് തന്നെയായിരിക്കും, ഒരു മാറ്റവും വരാതെ. ഈ പറയുന്ന ചോളപ്പുല്ല് 1200 എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ 600 മുതൽ 650 ഇടയിലുള്ള തൂക്കിയിട്ടെടുത്ത പുല്ലായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. വൈകിട്ടും അതുപോലെ 600 മുതൽ 650 കിലോ വരെ തൂക്കിയെടുത്ത പുല്ലായിരിക്കും. അതായത് കൃത്യമായ തൂക്കം ഇന്നത്തെ പുല്ല് എടുത്തതിന് ഉണ്ടാകും. അതുപോലെ തീറ്റയായാലും കൃത്യമായ കിലോ കണക്കിലായിരിക്കും ഒരു ദിവസം പോകുന്നത്. അതിൽ നമ്മൾ ഒരു കണ്ടന്റ് തീറ്റേൻ്റെ അകത്ത് ഒരു ചെറിയ യൂണിറ്റ് ഇവിടെ അടുത്തുണ്ട്. നമുക്ക് റാഗി, ചോളം, അതുപോലെ ഗോതമ്പ് തവിട് മിക്സ് ചെയ്ത് അടിച്ചു തരുന്ന SR ക്ഷീര പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഈ യൂണിറ്റിൽ നിന്നുണ്ടാക്കുന്ന ഒരു തീറ്റയാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. അതിൽ റാഗി വരുന്നുണ്ട്, ചോളം എല്ലാം ഈക്വൽ പാർട്ടായിട്ടാണ് വരുന്നത്. ഇത് ഒരു ദിവസം നമുക്ക് 75 കിലോ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യും. ഒരു ദിവസത്തെ കണക്കാണ്. പ്ലസ് 100 കിലോ പിണ്ണാക്ക്. ഈ 100 കിലോ പിണ്ണാക്കിൽ കടല പിണ്ണാക്ക് വരും, കൊപ്ര പിണ്ണാക്ക് വരും, പരുത്തി പിണ്ണാക്ക് വരും, എള്ള് പിണ്ണാക്ക്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഭക്ഷണം. അതെ, ചോളം ഒരു 200 കിലോ മുതൽ 250 കിലോ വരെ ഒരു വൺ ടൈമിൽ വരുന്ന ഈ 600-650 കിലോയിൽ 200-250 കിലോ ഈ TMR മിക്സ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യും. ബാക്കിയുള്ള നേരിട്ട് പുല്ലായിട്ട് കൊടുക്കും. ഈ 200-250 കിലോയിൽ ഇത്രയും പിണ്ണാക്ക്, ഈ പിണ്ണാക്കിൻ്റെ ഹാഫ് ഒരു സമയത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മളുടെ പശുക്കൾക്ക് തീറ്റ. അതിൽ 2 തരം മിക്സ് ഉണ്ട്. ആ മിക്സിലെ 60% മിക്സ് നമ്മളുടെ കറവ പശുക്കൾക്കും 40% മിക്സ് മറ്റുള്ളവർക്കും ആണ് അത് ഉണ്ടാക്കുക. ആ 60% മിക്സിൽ മാത്രമാണ് നമുക്ക് കടലപ്പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്കൊക്കെ വരുന്നത്. 40% കൊപ്ര പിണ്ണാക്കും പിന്നെ ഈ SR മിക്സ് എന്ന് പറയുന്ന ഈ റാഗി ചോളം മിക്സ് വരുന്നത് നമ്മളെല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാവരുടെ മുന്നിലും വെള്ളമുണ്ട്. അല്ലാതെ നമ്മളിവരെ അഴിച്ച് വിടും. രാത്രിയിലും അഴിച്ചു വിടും, പകലും അഴിച്ചു വിടും. രാത്രിയിൽ ഇപ്പോൾ ഒരു 7-8 മണിയാകുമ്പോൾ ഇവരെ അഴിച്ചു വിടും. പകല് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ അഴിച്ചു വിടും. 10 മണിയാകുമ്പോൾ അഴിച്ചു വിട്ടാൽ രാവിലെ ഒരു 1:30 ആകുമ്പോൾ കറവ സമയത്താണ് തിരിച്ച് കറവ പശുക്കൾ കയറും. മറ്റുള്ളവർ 4:30 മണിയാകുമ്പോൾ വൈകിട്ടത്തെ തീറ്റയുടെ സമയമാകുമ്പോൾ തിരിച്ചു കയറും. ആ സമയത്ത് അവർ കൂടിയുള്ള കുളങ്ങളിൽ നിന്നൊക്കെ വെള്ളം കുടിക്കും. അല്ലാതെ അവരുടെ മുന്നിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബൗളുണ്ട്. അവിടെ കെട്ടിയിരിക്കുന്ന സമയത്താണ് അവർ അവിടുന്ന് കുടിക്കും. അപ്പോൾ ഒരു പശുവിനെ, ഇപ്പോൾ കറവ പശുവിനെയൊക്കെ ഒരു ദിവസം ഒരു 4 മുതൽ 6 മണിക്കൂർ വരെയൊക്കെയാണ് നമ്മൾ കെട്ടിയിടുന്നത് ഒരു ദിവസം. മറ്റു പശുക്കളെ ചിലപ്പോൾ 2-3 മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം കെട്ടിയിടുന്നത്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് അവിടുന്ന് വെള്ളം കുടിക്കാം, അല്ലാത്ത സമയത്ത് പുറത്തുനിന്ന് ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്.